നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആക്ട്രസസിനും ആക്ടേഴ്സിനൊക്കെ ശബ്ദം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റു ചില ആക്ടേഴ്സും ആക്ട്രസസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കാം നമുക്ക് നോക്കാം. ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവുന്ന പണ്ടൊക്കെ തോന്നിയിരുന്നു. പിന്നെയാ മനസ്സിലായത് അങ്ങനെയുള്ള ഒരാളെങ്കിലും കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. 6-ാം വയസ്സുവരെ സംസാരിക്കാതിരുന്ന കുട്ടിയായിരുന്നു ബാലാമണി. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തി. ഫലമുണ്ടായില്ല. നിങ്ങളൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ പറ്റിക്കുന്ന പോലെ ഞാൻ അവനോട് ചെയ്ത ആരുമില്ലാതെ അവൻ പെട്ടി തുറന്ന് പുറത്തു വന്ന എബ്രാഹിം ആത്മാവ് പ്രിയയുടെ കുഞ്ഞിനുള്ളിലേക്ക് പ്രവേശിച്ചു. പ്രിയ അതിന്റെ നിയന്ത്രണത്തിലായി. വേണ്ടതെല്ലാം അത് പ്രിയയെ കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. ഓ, അത് പറയാണ്ടിരിക്കുക ഭേദം. ഞാനൊന്ന് തൊഴുതിട്ട് ഓടി വരാം. കുറച്ച് ദിവസമായി അമ്പലത്തിന്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. താൻ വരണുണ്ടോ? നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം, രാമേന്ദ്ര. മോളായ ഭവാനി എന്ന് വിളിക്കണം. ഇവിടെ അമ്മയുടെ പേരാ. ചേട്ടാ, നമ്മുടെ സ്നേഹത്തെക്കാൾ കൂടുതൽ ഒരു വില ഒന്നിനും ഞാൻ കാണുന്നില്ല. നമ്മളെ ദിൽസേ ടീമിന്റെ കൂട്ടത്തിലും ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. ആരാണെന്നല്ലേ? നമ്മളെ സ്വന്തം ഷീബ. നിങ്ങളുടെ അച്ഛനെ ഈടെ തുടങ്ങിയ അസുഖ ഈ മാറിപ്പോകല്. വെജിറ്റബിൾസ് വാങ്ങാൻ പോയ ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരും, ഫ്രൂട്ട്സ് വാങ്ങാൻ പോയ മട്ടൻ വാങ്ങിട്ട് വരും. ബസ് കണ്ടാൽ പറയും കാറാണെന്ന്, കാറ് കണ്ടാൽ ലോറിയാണെന്നും. മഞ്ഞ കണ്ടാൽ പച്ചയാണെന്ന് തോന്നും, പച്ച നീലയായിട്ട് തോന്നും. ചിന്നുനെ കണ്ട കണ്ണനാണെന്ന് പറയും, കണ്ണനെ കണ്ട ചിന്നു ആണെന്നും പറയും. അമ്മയെ കണ്ട ഉഷയാണെന്ന് തോന്നും, ഉഷ അമ്മയാണെന്നും തോന്നും.